ശ്രീമദ് ഭാഗവതം ഇന്ന് 8-ാമത്തെ അധ്യായമായിട്ട് ഗർഭസ്ഥനായ പരീക്ഷിത്തിനെ രക്ഷിക്കാൻ ഇതാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നിലും രണ്ടിലും സൂതനാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറയാണ്, പാണ്ഡവർ എന്ത് ചെയ്തു? മറ്റവരുടെ എല്ലാം ഉദക്രിയ ചെയ്യുവാനായിക്കൊണ്ട് സ്ത്രീകളെയെല്ലാം മുന്നിൽ നടത്തിക്കൊണ്ട് കൃഷ്ണനോടൊത്ത് ഗംഗാതീരത്തേക്ക് പോയി. സ്ത്രീകളെയെല്ലാം കൂട്ടിക്കൊണ്ട്, കാരണം ഭർത്താക്കന്മാരെല്ലാം മരിച്ച പലവരും ഉണ്ടല്ലോ. അവിടെ ഉദകത്തെ പ്രദാനം ചെയ്ത ശേഷം വളരെയേറെ അവരെല്ലാം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. കാരണം സ്ത്രീകളെല്ലാം അതെല്ലാം ചെയ്ത് കുറേ കരഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്തു? നദിയിൽ പോയി മുങ്ങി കുളിച്ച് 3-4 എന്ന് പറയുന്നു. അവിടെ കൗരവരുടെ എല്ലാ ആൾക്കാരും മരിച്ചവരുടെ എല്ലാവരും പാണ്ഡവരെയും കൗരവരെയും ഉണ്ട്. അതിന് ചിലവരുടെ കാര്യം എടുത്ത് പറയുകയാണ്. യുധിഷ്ഠിരൻ അവിടെയുണ്ട്, ധൃതരാഷ്ട്രമുണ്ട്, ഗാന്ധാരിയുണ്ട്, കുന്തിയുണ്ട്, ഇവരെല്ലാം അവിടെയുണ്ട്. എന്നിവരെയെല്ലാം, കാരണം ഇവരെല്ലാം ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പൊ അവരും കൃഷ്ണനും മുനിമാരും എല്ലാം അവരെ ഉപദേശിച്ചു. എങ്ങനെയാണ് ഉപദേശിച്ച? പ്രതിവിധിയില്ലാത്ത കാലത്തിന്റെ ഗതിയെ, ഇതിന് പ്രതിവിധിയൊന്നുമില്ല, കാലത്തിന്റെ ഗതിയെ കാട്ടിക്കൊടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് സമാധാനിപ്പിച്ചത്. കാരണം നമ്മളും ഇന്ന് ഒരു 3-ാം ലോക മഹായുദ്ധത്തിൽ, അത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലൂടെയാണ് കടന്നുകൊണ്ട് പോകുന്നത്. നമ്മളിവിടെ അറിയുന്നില്ലെങ്കിലും അവിടെ എത്ര ലക്ഷങ്ങളാണ് മരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉക്രൈനിൽ 18 വയസ്സിന് മുകളിലുള്ളവരെയെല്ലാം പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാക്കാൻ പോവുകയാണ്. 18 വയസ്സ് മുതൽ. ഒന്ന് ആലോചിച്ച് നോക്കി. പുരുഷന്മാരെല്ലാം പോയി മരിക്കുകയാണ്, സ്ത്രീകൾ അവശേഷിക്കുകയാണ്. ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ലക്ഷങ്ങളാണ്. കുറേ പേരെല്ലാം നാട് വിട്ട് എവിടെയല്ലോ പോയി കഴിയുകയാണ്. അപ്പോൾ ഇതൊരു യുദ്ധത്തിൻ്റെ തീവ്രാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. മഹാഭാരതയിൽ നിന്നുള്ള ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഇപ്പോഴത് കുറച്ച് ദേശം, റഷ്യ, യുക്രൈൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, പിന്നെ ഇസ്രായേൽ, ഇറാൻ, ഇങ്ങനെയെല്ലാം കൊണ്ട് പാലസ്തീൻ, ഇറാനിയും അങ്ങനെ വന്നിട്ടില്ല. 3-ാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുന്ന ലോകം മുഴുവൻ അത് വ്യാപിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന എന്തായിരിക്കും ചിന്തകൾക്കും അപ്പുറമാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ. പ്രപഞ്ചം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഒരു വസുദേവ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ബ്രഹ്മം വിഭാവനം ചെയ്തത്. അപ്പം ഗോത്ര കാലഘട്ടം, ഹൃദയം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ആ സുന്ദരമായ ലോകം ഉണ്ടാകുന്നത്. 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം. പക്ഷേ നമ്മൾ ഇന്നുവരെ അധർമ്മങ്ങളുടെ, ഇന്നത്തെ നാട് എന്നുള്ള പറഞ്ഞ അധർമ്മികളെ തന്നെയാണ്, കള്ളച്ചുണ്ടുകളിയുടെ ലോകം തന്നെയാണ്. അപ്പൊ അതൊരു യുദ്ധത്തിലൂടെയാണ് അവസാനം ഒരു തെളിഞ്ഞിട്ട് കുറച്ചു പേരെ അവശേഷിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് കാലം അത് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നത്. അതിനെന്തില്ല, പ്രതിവിധിയൊന്നുമില്ല. ഇന്ന് നടക്കുന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും. വേദവ്യാസൻ അതാണ് പറയുന്നത്. അല്ലാതെ ചൂതുകളിയുടെ ഈ ലോകത്തുനിന്ന് രക്ഷയില്ല. കാരണം പണത്തിനുള്ള ആർത്തി പിടിച്ചുകൊണ്ടാണ് ജനത്തിന്റെ പോക്ക്. അങ്ങനെയുള്ള ജനത്തിന്റെ ധർമ്മം രക്ഷിച്ചേ പറ്റൂ. അപ്പോൾ എന്ത് പറ്റും? അതൊരു മഹാഭാരത യുദ്ധത്തിലൂടെ, ലോകമഹായുദ്ധത്തിലൂടെയാണ് എന്ന് വേദവ്യാസം. അതിന് വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ എല്ലാവരും ഇന്ന് നല്ലയാകുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മൾ തന്നെ എന്ത് പറയുന്നുണ്ട്? ഈ ലോകം നന്നാണെന്ന് പോകുന്നില്ല, ഇനി ആരും വിചാരിച്ചാലും നന്നാവില്ല. നന്നാദ്യമൊന്നുമല്ല, കാലത്തെ മുന്നോട്ടേക്ക് കഴിഞ്ഞ കൃഷ്ണനും എങ്ങനെയാണോ ലോകം മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് 3-ാം ലോക മഹായുദ്ധത്തിലൂടെ
ഭൂരിപക്ഷം ജനങ്ങളും മരിക്കും. അതിൻ്റെ ശേഷം ശേഷിക്കുന്നവർ നല്ലൊരു ലോകം കാണും. അതാണ് വസുദേവ കുടുംബം, ലോകം മുഴുവൻ. അപ്പം ചരിത്രം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് പ്രതിവിധിയൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രതിവിധിയില്ലാത്ത കാലത്തിൻ്റെ ഗതിയെ കാട്ടിക്കൊടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു. കാരണം കാലം ഇങ്ങനെയാണ് പോകുന്നത്, വേറെ ഒന്നും ചെയ്യാനില്ല. കൃഷ്ണനും എല്ലാം കൂടി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും വഴിയില്ല. നമ്മളും അങ്ങനെയുള്ള ഒരു ലോകമഹായുധത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് ഇത്തരത്തിൽ തന്നെയാണ് പോകാൻ പോകുന്നതെന്നാണ് വേദവ്യാസം പറഞ്ഞു വരുന്നത്. നമുക്കത് കാണാൻ പോവുകയാണ് അടുത്ത് തന്നെ. എന്താണോ ഇവിടെ വിവരിച്ചത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ 5-6 എന്ന് പറയുന്നു, ചതിയന്മാർ തട്ടിയെടുത്ത രാജ്യം. ഇതിനു വേണ്ടിയാണ് ചതിയന്മാർ കള്ള ചൂതുകളിയെല്ലാം ഉണ്ടാക്കിയിട്ട് തട്ടിയെടുത്ത രാജ്യം ധർമ്മപുത്രർക്ക് നേടിക്കൊടുത്തു. അതിനുവേണ്ടിയേ യുദ്ധം നടന്നു. പാഞ്ചാലിയുടെ തലമുടി തൊട്ടത് മൂലമുള്ള അശുദ്ധി നീക്കുവാനെന്ത് ചെയ്തു? അതിന് ഉത്തരവാദികളായ എല്ലാ രാജാക്കന്മാരെയും കൊന്നു. അതിൻ്റെ പ്രായശ്ചിത്തം എന്ന വണ്ണം 3 അശ്വമേധയാഗങ്ങൾ നടത്തി. അശ്വമേധയാഗം എന്ന് പറയുന്നത് എല്ലാ ലോകത്തെയും ഒന്നിപ്പിക്കുകയാണ്. കാരണം ഇത് 2 യുദ്ധത്തിന് ശേഷം എല്ലാറ്റിനെയും ഒന്നിപ്പിച്ചിട്ട് ഒന്നാക്കി മാറ്റുന്ന, ലോകങ്ങളെ തമ്മിൽ ഏകീകരിക്കുന്നതിനാണ് ഈ അശ്വമേധയാഗം എന്നെല്ലാം പറയുന്നത്. അപ്പൊ 3 അശ്വമേധയാഗങ്ങളുടെ ലോകത്തെ മുഴുവൻ ഒന്നാക്കി അങ്ങനെ ഒരു വസുദേവ കുടുംബമാക്കി. എന്നിട്ട് പരിശുദ്ധനായി മാറി. അങ്ങനെ അവരെല്ലാം പരിശുദ്ധരായി. ഇന്ദ്രഭവന്റെ കീർത്തി പോലെ ലോകമെല്ലാം വ്യാപിച്ചു. ആരുടെ? ഈ ധർമ്മപുത്രരുടെ ഭരണം ലോകം മുഴുവൻ വലിയ പ്രശസ്തമായി തീരും. അതായത് ഈ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം സുന്ദരമായ ഒരു ലോകം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് 7 മുതൽ 8 വരെ വ്യാസാദികളാൽ പൂജിതനായ കൃഷ്ണൻ. അപ്പം വ്യാസനും എല്ലാം അവിടെയുണ്ട്. അവരോടെല്ലാം പ്രസൻസിൽ പൂജിതനായ കൃഷ്ണൻ എന്ത് ചെയ്തു? ശരി, എന്നാ യാത്ര പറഞ്ഞു പോട്ടെ. എവിടെ നിന്ന് വന്നതാണ്? അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് സത്യകിയും ഉദ്ധവർ എന്നിവരോടൊത്ത് ദ്വാരകാപുരിയിലേക്ക് പോകുവാൻ തേരിലേറിയപ്പോൾ ഭയപരവശയായി ഓടി വരുന്ന ഉത്തരയെ കണ്ടു. അപ്പം തേരിലേക്ക് കയറാൻ പോകുമ്പോൾ ഉത്തര ഓടി വരികയാണ്. ആരാണ് ഉത്തര? അർജുനന്റെ മകൻ അഭിമന്യു. കാരണം അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. കാരണം എപ്പോഴാണ് ഉണർന്നത്? അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചപ്പോൾ. അഭിമന്യു മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിമാനമാണ് ക്ഷതമേറ്റത്. അപ്പോൾ അർജുനൻ ആക്റ്റീവ് ആവുന്നത് കൃഷ്ണൻ അവിടെ ഉപദേശിച്ചിട്ടുമല്ല. കൃഷ്ണൻ ഉപദേശിച്ചുകൊണ്ട് കുറെ മാറിയിട്ടുണ്ട്. പക്ഷേ അഭിമന്യുവിൻ്റെ മരണത്തോടു കൂടിയാണ് അതേ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോഴാണ് എന്തു പറ്റുമോ ഇത്തരം വ്യക്തികൾ ആക്റ്റീവാകുന്നത്. അല്ലെങ്കിൽ ധർമ്മങ്ങളെല്ലാം ചിന്തിച്ചു വെച്ച് എന്തിനിങ്ങനെ ഇവരെ കൊന്നത് സ്ഥലം എനിക്ക് എല്ലാം കൈയൊന്ന് പകറും, വേണ്ടപ്പെട്ടവരെല്ലാം കൊല്ലാനൊന്നും തോന്നില്ല. പക്ഷേ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അതാണ് അഭിമാന്യം. അർജുനന്റെ മകൻ അതിൽ ഉണ്ടായതാണ്. അവന്റെ ഭാര്യയാണ് ഉത്തരം. ഉത്തരം എന്ന് പറയുന്നത് അഭിമാനത്തിലൂടെയാണ് ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തുന്നത്. ആ ഉത്തരത്തിൽ നിന്നാണ് ഭാവി തലമുറയായ പരീക്ഷിത്ത് ജനിക്കുന്നത്. അപ്പം അഭിമാനത്തിൻ്റെ ക്ഷതമേറ്റപ്പോൾ ധീരമായ യുദ്ധം ലോകത്തിൽ നടക്കും. അതിൻ്റെ ശേഷം അതിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്. ഭാര്യയെ ഉത്തരമായിട്ട് പറയുകയാണ്. ആ ഉത്തരയിൽ നിന്നാണ് ആര് ജനിക്കാൻ പോകുന്നത്? പരീക്ഷിത്ത്. പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണ ഘട്ടമാണ്.
അതൊരു കുറച്ചു കാലത്തേക്ക് ഒരു പരീക്ഷണ ഘട്ടമുണ്ട്. ആ ഘട്ടവും കൂടി കടന്നു കഴിഞ്ഞാൽ, കാരണം സ്ത്രീകളെ ഉള്ളൂ, ഭർത്താക്കന്മാരെല്ലാം പലതും മരിച്ചു പോയി, കുറേ സ്ത്രീകൾ ബാക്കിയുണ്ട്. ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യാനോ? ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാലും ആലോചിച്ചൊക്കെ. ഇപ്പോൾ ഉക്രൈനിൽ തന്നെ എന്താണ്, എത്ര സ്ത്രീകളാണ് വിധവകളായത്? ഇനി 30-12 വയസ്സിനുള്ളവരെ എല്ലാം കൊണ്ട് ഇത് യുദ്ധത്തിൽ കളത്തിക്കൊണ്ട് തള്ളിക്കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതിൽ നിന്ന് ഒരു വിജയം നേടിയിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോഴാണ് ഈ ഉത്തരം ഓടിപ്പിടിച്ച് വരുന്നത്. എന്തുകൊണ്ട്? ഭയം കൊണ്ട് ഓടി വരുന്ന ഉത്തരയെ കണ്ടു. 9 മുതൽ 10 വരെ രക്ഷിക്കണേ രക്ഷിക്കണേ, ഏതൊരിടത്ത് തിരിച്ചും മറിച്ചും മരണം നടക്കുമ്പോൾ. അപ്പോൾ ഒരു മഹായുദ്ധം നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരണം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഭയവുമില്ലാതെ നിൽക്കുന്ന അങ്ങേ ആരെയുള്ളൂ? ഒരു ഭയമില്ലാതെ നിൽക്കുന്ന കൃഷ്ണനാകുന്ന ആ കാലമാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു പോയത്. ആ കാലം മാത്രം ഒരു ഭയമില്ലാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ മഹാഭാരത യുദ്ധം അല്ലെ ലോക മഹായുദ്ധം കാലത്തിനൊരു കൂസലും ഇല്ലാതെ നോക്കി നിൽക്കും. ആ യുദ്ധത്തെ നയിച്ച കാലമാണ് കൃഷ്ണൻ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ട് മരിക്കുമ്പോൾ ഭയമില്ലാതെ നിൽക്കുന്ന ഒരു കക്ഷിയേ ഉള്ളൂ, കാലം, അതായത് കൃഷ്ണൻ. ഇവിടെ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് വേറെ ആരെയോ അവിടൊന്നും പറയാൻ എനിക്ക് തോന്നുന്നു, എല്ലാം ഭയന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ എന്ത് പറയുന്നു, വേറെ ഒരാളോടും അഭ്യർത്ഥിക്കാൻ ഞാൻ കാണുന്നില്ല, എല്ലാണ്ട് വരണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു, പഴുത്ത അസ്ത്രം എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ചുട്ടുപടുത്ത അസ്ത്രം എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ഞാൻ ചത്തായാലും കുഴപ്പമില്ല, എൻ്റെ ഗർഭത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ 11 സൂതൻ പറയുകയാണ്, അപ്പോൾ കൃഷ്ണൻ എന്ത് മനസ്സിലായി? ഇത് അശ്വത്ഥാമാവ് തൊടുത്തു വിട്ട ആയുധമാണ്. അശ്വത്ഥാമാവ് തൊടുത്തു വിട്ട ആയുധം എന്താണ്? ബ്രഹ്മാസ്ത്രം, ന്യൂക്ലിയർ ബോംബ്. അതിൻ്റെ റിയാക്ഷൻ അടുത്ത തലമുറയെ പോലും എഫക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഹിരോഷിമയെ നാഗസാക്കിയിൽ വിട്ടത് കുഞ്ഞുങ്ങളെപ്പോലും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഉത്തരം ഓടിപ്പിടിച്ചിട്ട് പറയുന്നത്, എൻ്റെ കൊച്ചിനെ എന്തൊന്ന് രക്ഷിക്കണം. എന്നിട്ട് 12 എന്ത് പറയുന്നു, ഇത് കണ്ടറിഞ്ഞ ഇതെല്ലാം നോക്കുമ്പോഴാണ് പാണ്ഡവർ ഇതെല്ലാം കാണുന്നത്. അവരെന്ത് ചെയ്ത് എല്ലാവരും ആയുധം കയ്യിലെടുത്ത് എന്തിന് ഇതിനെ നേരിടാൻ വേണ്ടി. എൻ്റെ 13-14 പാഞ്ചിൽ അപ്പോൾ കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രത്താൽ അതിനെ ഇല്ലാതാക്കി. അതിനെ തടുത്തത് സുദർശന ചക്രം. സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ സൗരയുദ്ധ സിസ്റ്റം, കാലത്തിന് അതിനെ അതിജീവിക്കാൻ പറ്റും. ഇനി അതിനായി സർവപ്രാണികളുടെയും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവായ കൃഷ്ണൻ. അപ്പം ഈ കൃഷ്ണൻ ആരാണ്? എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കിടക്കുന്ന ആ ശക്തി വിശേഷമാണ്. തൻ്റെ മായയാൽ ആ ഉത്തരയുടെ ഗർഭത്തെ മറച്ചു. മായ കൊണ്ട് ആ ഗർഭത്തെ മറച്ചു. എന്നിട്ട് എന്ത് പറയുന്നു? ബ്രഹ്മാസ്ത്രം ആർക്കും തടുക്കുവാനാകില്ലെങ്കിലും, നമുക്കറിയാം ന്യൂക്ലിയർ ബോംബ് ആർക്കും തടുക്കാനാകില്ലെങ്കിലും വിഷ്ണുവിൻ്റെ തേജസ്സിനാൽ, അതായത് കാലത്തെ നയിക്കുന്ന ശക്തിയുടെ തേജസ്സിനാൽ അത് നിശേഷം അമർന്നു. അതായത് കാലം തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തിയത്. നമുക്കറിയാലോ, ഹിരോഷിമ നാഗസാക്കിയിലെല്ലാം ബോംബിട്ടിട്ട് അതിനെയും അവർ കാലം അതിജീവിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ന്യൂക്ലിയർ ബോംബ്, ഈ 3-ാം ലോക മഹായുദ്ധത്തിലെ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുക തന്നെ ചെയ്യും. അത് ഭാവി തലമുറക്ക് ദോഷം ചെയ്യുന്നത് തന്നെയാണെങ്കിലും കാലമാണ് ഇതിനെയെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കാലം അതിനെ രക്ഷിക്കുക തന്നെ
ചെയ്യും. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. കാലം തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക്കുന്നത്. അപ്പം വിഷ്ണുവിന്റെ തേജസ്സിനാൽ അത് നിശേഷം അമർത്തപ്പെട്ടു. എന്നിട്ട് എന്ത് പറയുന്നു? ഇതിനെ കൃഷ്ണന്റെ അത്ഭുതമായി കാണരുത്. ഇത് കൃഷ്ണൻ എന്നൊരു വ്യക്തിയുടെ അത്ഭുതമായിട്ടൊന്നും നമ്മൾ, ഇതിപ്പം കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുമ്പോഴും നമ്മളത് കൃഷ്ണനായിട്ടല്ല കാണുന്നത്, കാലമായിട്ടാണ് കാണുന്നത്. കാരണം ജന്മരഹിതനായ ആ ഭഗവാൻ ജനിച്ചിട്ട് അങ്ങനെ കൃഷ്ണനായിട്ടൊന്നും അവിടെ ഇരിക്കുന്നൊന്നുമില്ല. കാലചക്രമാണത്, കാലം തന്നെയാണ് അതിനെ പരിഹാരം കണ്ടെത്തുന്നത്. ഹിരോഷിമയിലെ ബോംബിട്ടിട്ട് ഭാവി തലമുറയിൽ രക്ഷപ്പെട്ടു ഒക്കെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ കാലം എന്ത് ചെയ്തു? അതെല്ലാം മറികടന്നിട്ട് ജപ്പാൻ ഉയർന്നു വന്നില്ലേ? ആരാണ് നയിച്ചത്? അവിടെ ഒരു കൃഷ്ണൻ എന്നൊരു വ്യക്തിയൊന്നും ഇങ്ങനെ മൈപ്പീലിയൊന്നും വെച്ചിട്ട് വന്നിട്ടൊന്നുമില്ല. അത് കാലഘട്ടമാണ്, രാമന്റെ കാലഘട്ടമാണ്. രാമൻ ഇങ്ങനെ വന്നിട്ടൊന്നുമല്ല രക്ഷിച്ചത്, കാലം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കാലമാണ്. അതുകൊണ്ട് കൃഷ്ണന്റെ അത്ഭുതമായി കാണരുത്. കാരണം ജന്മരഹിതനായ ഭഗവാൻ ഈ ലോകത്തെ ക്രീഡാരൂപമായ മായ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം കാലമാണ് ഇങ്ങനെ ഒരു യുദ്ധം വിഭാവനം ചെയ്തിട്ട് അധർമ്മികളെയെല്ലാം കൊണ്ടെടുക്കുന്നു. അധർമ്മികൾ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നു. പക്ഷെ കാലത്തിനൊരു ലക്ഷ്യമുണ്ട്, നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കണം. അതുകൊണ്ട് ജനം നശിക്കുകയൊന്നുമില്ല, അത്രയും ഉറപ്പാണ്. കാരണം ഇതതിൻ്റെ ഒരു ലീലയാണ് എന്ന് പറയുകയാണ്. നമുക്കാണ് ഇതെന്തല്ലോ വലിയതായിട്ട് തോന്നുന്നത്. പക്ഷെ കാലം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ബോംബത്തോടും മറ്റവർ പ്രയോഗിക്കും. മക്കൾക്കെല്ലാം ദോഷമാണെങ്കിലും അതിനെയെല്ലാം കാലം അതിജീവിക്കും. കാലം വിചാരിക്കുന്ന മാതിരിയെ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ധരിക്കുന്ന മാതിരി ന്യൂക്ലിയർ ബോംബിട്ട് ഈ ലോകം ചിന്തിക്കുന്ന എന്താണ്? ഈ ലോകം മുഴുവൻ നശിച്ചു പോകുന്നത്. റഷ്യ അമേരിക്കയും തമ്മിൽ ന്യൂക്ലിയർ ഉപയോഗിച്ചാൽ പിന്നെ ഈ ലോകം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതൊന്നുമല്ല. ഇതെല്ലാം നടത്തുന്നതൊക്കെ കാലമാണ്, കൃഷ്ണനാണ്. അത് ഇങ്ങനെ തന്നെ പോകും. അവസാനം ന്യൂക്ലിയർ ബോംബ് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും, അതിൻ്റെ മുകളിൽ വെച്ച് തടുക്കുകയും ചെയ്യും, എല്ലാം ചെയ്യുകയും ചെയ്യും. കുറേയെല്ലാം ശിശുക്കളെയെല്ലാം ബാധിക്കുമെങ്കിലും കാലം അതിനെയെല്ലാം മറികടന്നിട്ട് ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കും. ആ പ്ലാൻ അനുസരിച്ചേ പോകുള്ളൂ. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്തിനാണ് ഭയക്കുന്നത്? നമ്മളിതെല്ലാം രസമായിട്ട് ആ കൃഷ്ണലീലയായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് ചെയ്യുക. ആ ശക്തിയുടെ പിന്നിൽ അതൊരു ഈ ലോകത്തെ ക്രീഡാരൂപമായ മായ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാം അതിൻ്റെ മായയാണ്. അതുകൊണ്ട് ലോകം നശിച്ചൊന്നും പോലെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രയോ മരണങ്ങൾ നടക്കും, എത്രയോ വിധവകൾ ഉണ്ടാകും, ആണുങ്ങളുടെ എണ്ണം കുറയും, ഭാവി തലമുറയിലും കുറേ എഫക്റ്റ് ചെയ്യും. പക്ഷേ കാലം അതിനെയെല്ലാം മറികടന്നിട്ട് ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകും. എൻ്റെ 17 പണ്ട് 19 അതിനുശേഷം അതിന് ആ പ്രശ്നമെല്ലാം പ്രബലമാക്കിയല്ലോ. യാത്രക്കൊരുങ്ങി നിൽക്കുന്ന കുന്തി ദേവി കൃഷ്ണനോടായി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് കുന്തി അപ്പം വന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഇതിനാണ് ഈ കൃഷ്ണനെ സ്തുതിക്കുന്നത്. കാലമാണ് ലോകത്തെ നയിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളെയും കാലം തരണം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ആ കൃഷ്ണൻ ജനിച്ച ഒരു വ്യക്തിയല്ല. ഇതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കുന്തിനെ കൊണ്ട് ഇത് വേദവ്യാസം പറയിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? എല്ലാവരുടെയും അകത്തും പുറത്തും കുടികൊള്ളുന്നവനാണെങ്കിലും കാണാൻ പറ്റാത്തവനാണെങ്കിലും, അപ്പൊ കൃഷ്ണനെ പറ്റി പറയുകയാണ്, എല്ലാവരുടെയും ഉള്ളിലും പുറത്തുമുള്ള ബ്രഹ്മമാണ് കൃഷ്ണൻ. കാണാൻ കഴിയാത്തവനാണ്. കൃഷ്ണനെ കാണാനൊന്നും കഴിയില്ല. വേദവ്യാസം ഇങ്ങനെ കഥയിൽ അവതരിപ്പിച്ചതാണ്. പ്രകൃതിയിൽ നിന്നും അത് വേറിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ കാര്യത്തിലൊന്നും തലയിടാൻ പോകുന്നില്ല. അതായത് ആ ശക്തിയാണ് എല്ലാവരെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. പക്ഷേ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടാണ്. ഇതിലൊന്നും അത് തലയിടില്ല. പക്ഷേ എല്ലാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ അടുത്തതിൽ അത് തന്നെയാണ് പറയുന്നത്.
ഇന്ദ്രിയജന്യമായ അറിവുകൾക്ക് ഉറവിടം. അപ്പം നമ്മളുടെ എല്ലാ ഇന്ദ്രിയജന്യമായ എല്ലാ കാര്യങ്ങളും അറിവിൻ്റെ എല്ലാം ഇവിടെ നിന്ന് വരുന്നതാണ്, ആ പരമേശ്വരനിൽ നിന്ന് അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അങ്ങ് അവിനാശിയാണ്, ആദിരൂപമാണ്, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ ഒരു ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുന്തി എന്ത് ചെയ്യുന്നത്, കൃഷ്ണനെ നമിക്കുന്നതായിട്ട് പറയുന്നത്. മൂഢജനങ്ങൾക്ക് നിന്തിരുവടിയെ കാണുവാനാവില്ല. മൂഢജനങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചവരാണെങ്കിൽ എല്ലാവർക്കും കാണാമല്ലോ. അപ്പൊ ഇവിടെ കഥയിലൂടെ പോകുമ്പോഴും കഥാപാത്രം ജീവിക്കുന്ന തരത്തിലാണ് കഥയിൽ അവതരിപ്പിക്കുക. പക്ഷെ അതേസമയം നമ്മൾക്ക് ഇടയ്ക്ക് ഒരു വാക്ക് വേദവ്യാസൻ ചിലവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇതെല്ലാം കഥാപാത്രങ്ങളാണ്, ജനിച്ചവരായിട്ടൊന്നും കണ്ടു കളയരുത്. ഇനി 20 ചിന്താശീലനും വിശുദ്ധ ഹൃദയനുമായ പരമഹംസർക്ക് ഭക്തിയോഗം ഉണ്ടാകാൻ വേണ്ടി അവതരിച്ച നിന്തിരുവടിയെ, അതായത് ഈ കൃഷ്ണനെ തന്നെ ആർക്കെങ്കിലും കാണാൻ പറ്റണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ കാണാൻ പറ്റണ്ടെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? പരമഹംസ. പരമഹംസ എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയവരാണ് പരമഹംസർ. അവർക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു അവതാരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ കേവലം സ്ത്രീകളായ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാനാവുന്നത് എങ്ങനെ? കഥയിലൊന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. കുന്തി കൃഷ്ണനോടാണ് പറയുന്നത്, നിങ്ങളെ കാണാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക, സ്ത്രീകളായ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബുദ്ധിയുള്ളവർ മനസ്സിലായിക്കൊള്ളണം. ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു, കുന്തി പറയുന്നു നിന്നെ കാണാനൊന്നും പറ്റില്ല, സ്ത്രീകളായ നമുക്കൊന്നും. പക്ഷേ അതേസമയം എന്താണ് കുന്തി അവരോട് പറയുകയും ചെയ്യണം. അപ്പൊ യഥാർത്ഥ ബ്രഹ്മത്തെ, അതന്നെയാണ് കൃഷ്ണനെ, ജനിച്ചിട്ടില്ല, ജനിച്ചവനല്ല, ഇനി ആർക്കും കാണാൻ പറ്റില്ല, അത് ഒരു കാര്യത്തിലും തലയിടില്ല, അത് ഒരു കഥാപാത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 21 ഇനി വാസുദേവരുടെ പുത്രനും ദേവകിയുടെ അരുമക്കിടാവും നന്ദഗോപരുടെ ഓമന മകനുമായിട്ട് കൃഷ്ണനായി അവതരിച്ച സാക്ഷാൽ ഗോവിന്ദനും നമസ്കാരം പറയുകയാണ്. പലതരത്തിൽ നമസ്കാരം പറയുകയാണ്. പിന്നെ 22 ബ്രഹ്മാവ് ഉത്ഭവിച്ച താമരയുടെ നാഭി വയറ്റിലുള്ളത്. അപ്പൊ അതേത് അവസരത്തിലാണ്? വിഷ്ണുവായിട്ട്. അപ്പൊ വിഷ്ണുവായിട്ടും നമസ്കാരം. താമരപ്പൂ പോലെ കണ്ണുള്ള അങ്ങേക്കും അതുപോലെയുള്ള പാദങ്ങളുള്ള അങ്ങേക്കെല്ലാം നമസ്കാരം. ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം, പല രൂപത്തിൽ നമസ്കാരം പറയുകയാണ്. എൻ്റെ 23 ദുഷ്ടനായ കംസന്റെ കാരാഗൃഹത്തിൽ നിന്നും വളരെ കാലങ്ങൾക്ക് ശേഷം മോചിതനായ ദേവകിയെ പോലെ അങ്ങ് എൻ്റെയും എൻ്റെ മക്കളെയും പല ആപത്തുകളുടെ സമൂഹത്തിൽ നിന്നും പല പ്രാവശ്യം രക്ഷിച്ചു. അതായത് പണ്ട് ജയിലിൽ കിടക്കുന്ന ദേവകിയെല്ലാം കുറെ കാലം ജയിലിൽ കിടന്ന് അതിന് ശേഷം രക്ഷിച്ച പോലെ നമ്മളെയും പല ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. പഴയ കഥകളെല്ലാം പറയുകയാണ്. ഏതിൽ നിന്ന്? 24 വിഷത്തിൽ നിന്ന്. മക്കൾ വിഷത്തിൽ കാരണം ഭീമനെയെല്ലാം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. കാട്ടുതീയിൽ നിന്ന്, മറ്റേ അരക്കില്ലെല്ലാം ഉണ്ടാക്കിയിട്ട് കൊല്ലാൻ നോക്കിയത്. മനുഷ്യഭോജികളായ മനുഷ്യരിൽ നിന്നും, കാട്ടിലാണല്ലോ താമസിക്കുന്നത്, ധൂർത്തന്മാരുടെ സഭയിൽ നിന്ന് പല കൗരവ സഭയിൽ നിന്ന് ധൂർത്തന്മാരാണ് ഇരിക്കുന്നത്. പിന്നെ വനവാസ കഷ്ടതയിൽ നിന്ന്, പല യുദ്ധങ്ങളിലൂടെയുള്ള പലരുടെയും അസ്ത്രങ്ങളിൽ നിന്ന്, പല യുദ്ധങ്ങൾ നടക്കേണ്ടി വരുന്നു, അതിനിടയ്ക്ക് അവരുടെ അസ്ത്രങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. ദ്രോണപുത്രന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നുമെല്ലാം രക്ഷിച്ചു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇതൊന്നും ആരെയും വിസ്തരിക്കേണ്ട കാര്യമില്ല. 25 ഞങ്ങൾക്ക് എന്ത് ആപത്ത് സംഭവിച്ചോട്ടെ, അതുകൊണ്ട് ഇവിടെ പറയുകയാണ് നമുക്ക് എന്തോ ആപത്ത് സംഭവിച്ചോട്ടെ, യാതൊന്നിലൂടെ പുനർജന്മം ഉണ്ടാകുന്നില്ലയോ, അതിനായി നീ തിരുപതിയുടെ ദർശനം ഉണ്ടാകുമല്ലോ. അതായത് നമുക്ക് ബ്രഹ്മദർശനമാണ് ജീവിതത്തിന്റെ അവസാനത്തെ ലക്ഷ്യം. പുനർജന്മമൊന്നും ഇല്ലാതെ ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അതാണ്
അതിന് ആ ഇന്ത്യയിലൂടെ ദർശനം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോഴേ ദർശനം നടക്കുന്നുള്ളൂ, ബ്രഹ്മസാക്ഷാത്കാരം അതുവരെ കാണാനൊന്നും പറ്റില്ല. ഇനി 26, ജനനം, പ്രഭുത്വം, വിദ്വാ, സമ്പത്ത് എന്നിവയിൽ ഗർഭിഷ്ഠരായിരിക്കുന്ന പുരുഷൻ. നമ്മളെല്ലാം ജനനം കൊണ്ടും പ്രഭുത്വം കൊണ്ടും വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നിവയിൽ ഗർഭിഷ്ഠര തന്നെയാണ്. പുരുഷൻ അപൂർവന്മാർക്ക് മാത്രം ദർശിക്കുവാൻ ഇടവരുന്ന അങ്ങയെ ഉച്ചരിക്കുവാൻ പോലും അർഹതയില്ല. അത് നമുക്കൊന്നും അപൂർവം ചിലവർക്ക് മാത്രമാണ് അദ്ദേഹത്തെ ദർശനം, അതായത് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആ കൃഷ്ണന്റെ പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കൃഷ്ണന്റെ പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ല നമുക്ക്. അതിൽ അപൂർവം ചിലവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. എന്നിട്ട് 27, അന്യരെ ശരണം പ്രാപിക്കുന്നത് വിട്ട് തന്നെ ഭജിക്കുന്നവർക്ക് സർവസ്വമായി കാണുന്നു. അപ്പൊ ആരെങ്കിലും മറ്റുള്ളവരെയൊന്നും ഭജിക്കാതെ കൃഷ്ണനെ മാത്രം, അതായത് ആ ബ്രഹ്മത്തെ, നമ്മളെല്ലാം മറ്റുള്ള ദേവതകളെയല്ലാണ് ഇപ്പൊ കൃഷ്ണനെ തന്നെ ആരാധിക്കുക. വെറും കൃഷ്ണന് മറ്റേ ആ കാലത്തിന്റെ ദൈവം ത്രേതായുഗൻ ദ്വാപരയുഗത്തിലെ കൃഷ്ണന്റെ കഥയിലെ ആ കഥാപാത്രത്തെ മാത്രം ആരാധിക്കുകയാണെങ്കിൽ, ഭജിക്കുകയാണെങ്കിൽ, അപ്പൊ അന്യരെ വിട്ട് തന്നെ തന്നെ ഭജിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഏതാണ്? ഈ കൃഷ്ണനെയല്ല, യഥാർത്ഥത്തിൽ ആ ബ്രഹ്മമാകുന്ന ശക്തി, ആ കൃഷ്ണനെ. അങ്ങനെ ഭജിക്കുന്നവരെ സർവസ്വമായി കാണുന്ന അങ്ങേക്ക്, അങ്ങനെയുള്ളവരെ മാത്രം ആ ശക്തി എന്താവും? എല്ലാം സർവസ്വമായി കാണും. അവർക്കും നമസ്കാരം. ആത്മാവിൽ ആനന്ദമായിരിക്കുന്ന, ആത്മാവിന്റെ അകത്തുള്ള ആനന്ദം ഏതാണ്? ആ ബ്രഹ്മം തന്നെയാണ്. രാഗദോഷാദികളൊന്നുമില്ലാത്ത മുക്തിയുടെ നാഥനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെയുള്ള മുക്തി നമുക്ക് എപ്പോഴാണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെയാണ്. അല്ലാതെ ഈ ദ്വാപരയുഗത്തിലെ കൃഷ്ണനിലൂടെയല്ല മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത്. അപ്പൊ അതാണ് കൃഷ്ണനെന്ന് ഇവിടെ കുന്തിയിലൂടെ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഈ കൃഷ്ണൻ എന്നെല്ലാം പറയുമ്പോൾ രാധേ രാധേനൊന്നും പോകരുത്. ഇത് എവിടെയുള്ളതാണ്? അങ്ങനത്തെ മോക്ഷം ലഭിക്കുന്ന ആ കൃഷ്ണനാണ്. 28 എന്ന് പറയുന്നു, അങ്ങേ കാലസ്വരൂപനായി, കാലത്തിന്റെ സ്വരൂപമായിട്ട് അങ്ങേ കാണണം. അതായത് ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് ചൂതുകളിയില് ലോകം ദുഷിച്ചപ്പോൾ കാലം വന്നിട്ടാണ് മഹാഭാരത യുദ്ധത്തിലൂടെ എല്ലാം, അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധത്തിലൂടെ അത് തച്ചുടക്കാൻ പോകുന്നത്. അപ്പൊ ആ കാലത്തെയാണ് രൂപമായിട്ട് ഇവിടെ കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിൽ ആ കാലമാണല്ലോ എല്ലാത്തിനെയും അടിച്ചു മാറ്റുന്നത്. നമ്മൾ പറയില്ലേ എല്ലാം കാലാണെന്ന് പറയുന്നത്. ആ കാലം തന്നെയാണ് ഇവിടെ കൃഷ്ണൻ എന്ന കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിയന്താവും, എല്ലാത്തിനെയും നിയന്താവും, ആദ്യവും അന്തവും ഇല്ലാത്ത, അതും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ എല്ലാം പലപ്പോഴും പറയുകയാണ്, നമ്മൾ ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. പ്രഭുവായും എല്ലായിടവും സമനിലയിൽ വർത്തിക്കുന്നവനുമായി, എല്ലായിടവും നിലയിലാണ് വർത്തിക്കുന്നത്. അത് നമ്മളെ അതിനെ സംബന്ധിച്ചിടത്തോളം പട്ടിയായാലും പൂജയായാലും നമ്മളായാലും എല്ലാം ആയാലും സമം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. സമനിലയിലാണ് അത് വർത്തിക്കുന്നത് ആണെന്ന് ഞാൻ കരുതുന്നു. ആര് പറയുന്നു? കുന്തി പറയുന്നു. അതായത് കാലസ്വരൂപനായിട്ടാണ് ഞാൻ അങ്ങയെ കാണുന്നത്. അതായത് മഹാഭാരത യുദ്ധം നടക്കും, അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അതിനെ നയിക്കുന്ന കാലത്തെയാണ് കൃഷ്ണനായിട്ട് ഞാൻ കാണുന്നത്. അത് തന്നെയാണ് ലോകം എല്ലാം നയിക്കുന്നത്. ആദ്യവും അന്തവും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പിന്നെ പ്രഭുവാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നതുമാണ് എന്ന് ഞാൻ അങ്ങയെ മനസ്സിലാക്കുന്നു. എല്ലാറ്റിൻ്റെയും ഹേതു അങ്ങാണെങ്കിലും ജീവികൾ തമ്മിൽ കലഹിക്കുന്നു. എല്ലാ ജീവികളും അത് തന്നെയാണെങ്കിലും ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? തമ്മിൽ കലഹിക്കുന്നുണ്ട്. ഞാനും ബ്രഹ്മമാണ്, എൻ്റെ ശത്രുവും ബ്രഹ്മമാണ്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം തമ്മിൽ തല്ലിക്കുന്നു ഉണ്ട്. അതും അത് തീരുമാനിച്ചവർ തന്നെയാണ്. ഇനി 29,
മനുഷ്യരുടെ അന്ധകരണത്തിലിരുന്ന് പ്രവർത്തിക്കുന്നതെന്ന് അങ്ങയെ ഒരുവനും അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന അതാണെന്നുള്ള കാര്യം ഒരുത്തനും അറിയുന്നില്ല. അങ്ങേക്ക് ആരോടെങ്കിലും ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല. കാരണം എൻ്റെ ഹൃദയം, അതായത് അർജുനന്റെ മനസ്സിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അർജുനനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ്. ദുര്യോധനന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ്. കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, രണ്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങേർക്കത്തില്ല, ആരോടെങ്കിലും ഇഷ്ടമില്ല. അതുകൊണ്ട് ആ ദുര്യോധനോട് ഇഷ്ടമോ അർജുനനോട് അല്ല, ദുര്യോധനോട് അനിഷ്ടമോ അർജുനനോട് ഇഷ്ടമൊന്നുമില്ല. ഇവൻ അധർമ്മിയാണ്, ഇവനെ തല്ലി ഇല്ലാതാക്കണം, എന്നിട്ട് നല്ലൊരു ലോകം ഉണ്ടാക്കണം. ആ താല്പര്യം അദ്ദേഹത്തിന് ഉള്ളു. 30 പക്ഷി മൃഗാദി മനുഷ്യര് ഋഷി ജനജന്തുക്കൾ ജന്മരഹിത കർമ്മരഹിതനും ഈ ജീവജാലങ്ങളിൽ പക്ഷി മൃഗാദി മനുഷ്യ ഋഷി ജനജന്തുവിൽ ജന്മരഹിതനായിരിക്കുന്ന ഈ കൃഷ്ണൻ ജന്മരഹിതനും കർമ്മരഹിതനും കേവലമായ ആത്മാവുമായ അങ്ങയുടെ ജനനവും പ്രവൃത്തിയും അതാതിനെ അനുകരിച്ചിട്ടുള്ള ലീലയാണ്. അതായത് പക്ഷി മൃഗാദി മത്സ്യം ഋഷി ജലജന്തുക്കൾ ഇവർക്ക് ജനനല്ലുണ്ട്, അതാതിൻ്റെതായ സ്വഭാവമുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം കാരണക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനവും കർമ്മരഹിതനുമായ, ജനനമില്ല കർമ്മവുമില്ല കേവലമായ ആത്മാവ് മാത്രമായ ആ ഒരു ശക്തി തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും നിന്നിട്ട് അതിൻ്റെതായ പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കുന്നത്. അതായത് ഈ ബ്രഹ്മത്തിന് നിറവില്ല മണവില്ല ഒരു ചുക്കുമില്ല. അതേ ശക്തി തന്നെ മുല്ലപ്പൂല് നിന്നിട്ട് വെള്ള നിറത്തിൽ ശോഭ പ്രകടിപ്പിക്കും, റോസിലെ ചുവപ്പ് നിറത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം പ്രകടിപ്പിക്കും. പക്ഷെ ഇതിനൊന്നില്ല, ഈ സംഗതിക്ക് നിറവും ഗുണവും ഒന്നും ഇല്ല. അപ്പോൾ ദുര്യോധനനിൽ ഇരുന്നു കൊണ്ട് ദുര്യോധനന്റെ ആ ദോഷവശങ്ങളെല്ലാം കാണിക്കുന്നതും അർജുനനിൽ ഇരുന്നു കൊണ്ട് അർജുനന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നതെല്ലാം ശക്തി തന്നെയാണ്. അതിന് പക്ഷേ എന്തില്ല, ഒരു ഗുണവും ഇല്ല. ഇനി 31 പറയാണ്, നിന്നെ തെറ്റുകാരനായി കണ്ടപ്പോൾ യശോദ എന്ത് ചെയ്തു, കാര്യമായിട്ട് ബന്ധിക്കാൻ പോയി. അപ്പൊ നീ എന്ത് ചെയ്തു, കണ്ണെല്ലാം ഭയങ്കര കരയുന്ന മാതിരിയാക്കി സംഭ്രമത്തോടുകൂടി മുഖം താഴ്ത്തി ആ കുട്ടീൻ്റെ നിലയിൽ പേടിച്ചു പോലെ നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ അങ്ങയുടെ അവസ്ഥ എന്നെ ഭയങ്കര മോഹിപ്പിക്കുകയാണെന്ന് കുന്തി പറയാണ്. പണ്ട് ചെറുതിൽ നീ ഇങ്ങനെയെല്ലാം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ സങ്കടത്തോടുകൂടി എന്നിട്ട് എന്ത് പറയണ, കാരണം ഭയം പോലും അങ്ങയിൽ നിന്നാണ് ഭയം ഉൾക്കൊള്ളുന്നത്. ഈ ഭയം പോലും ഉണ്ടാകുന്നത് അങ്ങയിൽ നിന്നാണ്. അങ്ങ് തന്നെയാണ് ഈ ഭയം ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങ് തന്നെ ഭയമായിട്ടും പ്രത്യക്ഷപ്പെടും. ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണൻ തന്നെയാണ് ഭയമായിട്ട് പുറത്തേക്ക് വരുന്നത്. കൃഷ്ണനാരെയും ഭയമില്ല, പക്ഷെ അങ്ങനെ ഭയമായിട്ട് പുറത്തു വരും. നമ്മൾ ഭയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ കിടക്കുന്ന കൃഷ്ണൻ തന്നെയാണ് നമ്മളെ ഭയമായ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. എൻ്റെ 32 സൽകീർത്തിമാനും ഇഷ്ടഭക്തനുമായ യദുരാജാവിൻ്റെ വംശത്തിൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതിക്ക് വേണ്ടി മലയ പർവ്വതത്തിൻ്റെ ഖ്യാതിക്ക് വേണ്ടിയും ചന്ദന വൃക്ഷം പോലെ ഉണ്ടായവനാണ് ജനനമില്ലാത്ത അങ്ങെന്ന് ചിലർ പറയുന്നു. അങ്ങ് പറയുന്നു യദുവംശത്തിലെ ആ രാജകുടുംബത്തിൽ ആ രാജാവിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയാണ് അങ്ങ് അവിടെ ജനിച്ചത് എന്ന്, ജനനമില്ലാത്ത അങ്ങ് ജനിച്ചത് എന്ന് ചിലർ പറയുന്നു. ജനനമില്ല, എന്നാലും ആ യദുവംശത്തിൻ്റെ ജനനത്തെ ഖ്യാതിക്ക് വേണ്ടിയാണ് അവിടെ ജനിച്ചതെന്ന് ചിലവർ പറയുന്നു എന്ന് പറയുന്നത്. അതെല്ലാം ഓരോളെ പറച്ചിലാണ്. യഥാർത്ഥത്തിൽ ജനിക്കാത്ത കക്ഷിയാണ്. ഇതെല്ലാം കഥയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വളർത്തി വെട്ടി പറയുന്നത്. ഇതെല്ലാം കഥയായിട്ട് കണ്ടോളണം,
വേദവ്യാസം ഇടയ്ക്കിടയ്ക്ക് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക. കൃഷ്ണൻ എന്ന ഒരാൾ ജനിച്ചിട്ടൊന്നുമില്ല, അത് കാലമാണ്, കാലരൂപമാണ്. ഇനി 33 എന്ന് പറയുന്നു, ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനും ദേവശത്രുക്കളുടെ വധത്തിനുമായി വാസുദേവന്റെ പത്നിയായ ദേവകിയിൽ ജനനമില്ലാത്തവനായ അങ്ങ് ജനിച്ചു എന്ന് മറ്റു ചിലർ പറയുന്നു. അപ്പം ദേവകിയില് ജനനമില്ലാത്ത അങ്ങ് ജനിച്ചു എന്ന് വേറെ ചിലരെ പറയുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? 34 വർദ്ധിച്ച ഭാരതത്തിൻ്റെ തളർച്ച പോലെ ഭൂമിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് കപ്പലിൽ വെയിറ്റ് എടുത്ത് ദൂരെ കളയുന്നത് പോലെ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനയാൽ അങ്ങ് ജനിച്ചു എന്ന് മറ്റൊരു ചിലർ പറയുന്നു. അതായത് ഭൂമിക്ക് ഭാരം കൂടിയപ്പോഴാണ് മഹാഭാരതം ഉണ്ടായത്, അല്ലെങ്കിൽ 3-4 ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നത്. അതിന് ഭൂമിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടി ദുഷ്ടന്മാരെല്ലാം കൊന്നിട്ട് ഭൂമിയുടെ ഭാരം കുറക്കാനാണ് കൃഷ്ണൻ ജനിച്ചത് എന്ന്, ജനനമില്ലാതെ കൃഷ്ണൻ ജനിച്ചു എന്ന് ചിലവർ പറയുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആരാണ് ഈ കൃഷ്ണൻ. ഇനി 35 അജ്ഞാനം, കാമം, കർമ്മം എന്നിവയിൽ ഈ സംസാരത്തിൽ കൂടി കഷ്ടപ്പെടുന്നവർക്ക് അജ്ഞാനം കൊണ്ടും കാമം കൊണ്ടും കർമ്മം കൊണ്ടും ഈ ലോകത്തിൽ ആരെങ്കിലും ഉള്ളവർക്ക് പറഞ്ഞു നടക്കുവാനും ഓർക്കാനും കേൾക്കാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്തതായിട്ട് കൃഷ്ണൻ ജനിച്ചതായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കൃഷ്ണന്റെ ലീലകൾ കേൾക്കുന്നുണ്ടല്ലോ, അതെല്ലാം ചിലവരങ്ങനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ കാലഘട്ടത്തിൽ പലവരും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓർത്തുകൊണ്ട് ഓർക്കാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇത് എല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചിലർ ധരിക്കുന്നു. ഇനി 36 യാതൊരാൾ അങ്ങയുടെ ചരിത്രം കേൾക്കുകയും പാടുകയും സ്മരിക്കുകയും ചെയ്യുന്നുവോ അവർ ക്രമേണ എന്താവും? അങ്ങയുടെ പാദത്തിൽ പോയി ചേരും. അപ്പം ഈ കൃഷ്ണന്റെ ഈ സ്വഭാവങ്ങൾ ഓർത്തോർത്ത് കഴിയുന്നവരെ ക്രമത്തിൽ അവൻ്റെ കർമ്മം തീരുമ്പോഴേ ബ്രഹ്മസാക്ഷാത്കാരം പറ്റുള്ളൂ. അവന് ചെയ്യേണ്ട ജോലി മുഴുവൻ ഈ ജന്മത്തിൽ അവിടുത്തെ ജന്മത്തിലെല്ലാം തീരുമ്പോൾ, അതുകൊണ്ടാണ് ക്രമത്തിൽ അവിടെ പോയി ചേരും ബ്രഹ്മസാക്ഷാത്കാരം. ഇനി 37 പറയുന്നു, സ്വജനങ്ങൾക്കായി എല്ലാം ചെയ്തു കൊടുത്ത അങ്ങ് ഞങ്ങളെ ഇപ്പോൾ വിട്ടുപോകാൻ ഉദ്ദേശിക്കുകയാണോ? അതായത് സ്വജനങ്ങൾക്ക് അങ്ങ് എല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞെന്താണ്? സ്വജനമൊന്നുമില്ല, ആരോടൊന്നും പ്രത്യേക താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സ്വജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത അങ്ങ് ഞങ്ങളെ ഇപ്പോൾ വിട്ടുപോവുകയാണ്. ദുഃഖാർത്ഥരായ രാജാക്കന്മാർക്ക് അങ്ങയുടെ പാദകമലം ഒഴിച്ച് മറ്റൊരു ആശ്രയമില്ല. അങ്ങനെ വിട്ടുപോകുമ്പോൾ ഈ രാജാക്കന്മാരെല്ലാം ദുഃഖിച്ചിരിക്കും. അവർക്ക് അങ്ങയുടെ ആശ്രയമില്ലാതെ വേറെ ആരാണ് ആശ്രയമുള്ളത്? അതായത് എല്ലാവർക്കും ആശ്രയമായിട്ട് ഒരൊറ്റ ശക്തിയുള്ളത് ആ പരബ്രഹ്മമാണ്. 38 ഇന്ദ്രിയങ്ങൾക്ക് ജീവന്റെ അഭാവം പോലെ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ജീവന്റെ അഭാവം, ജീവനിലേക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യമൊന്നുമില്ല. അതുപോലെ യാദവരോടൊത്തുള്ള പാണ്ഡവരായ ഞങ്ങൾ, യാദവരോട് ഫ്രണ്ട്ഷിപ്പായിട്ട് കഴിയുന്ന പാണ്ഡവർ. കൃഷ്ണൻ യാദവങ്ങളാണ്, ഇപ്പം പാണ്ഡവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ചങ്ങാത്തം, ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ നടക്കുന്ന പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ലോകമഹായുദ്ധത്തിൽ പുട്ടിൻ്റെ കൂട്ടുകാരായിട്ട് കുറേ ചൈനയും ഇന്ത്യയും എല്ലാം ആരെങ്കിലും ഉണ്ടല്ലോ, അവരിപ്പുറത്ത് മറ്റുള്ളവരുമുണ്ട്. അതുപോലെയാണ് യാദവര് കൃഷ്ണന്റെ സ്ഥലം, ഇപ്പുറത്ത് ചൂത് കളിക്കുന്ന സ്ഥലമാണ് പാണ്ഡവരുടേത്. ദുര്യോധനോ എല്ലാം ഉള്ള സ്ഥലം, പാണ്ഡവരും എല്ലാം ഉള്ള സ്ഥലം. അവർ തമ്മിലാണ് ഈ പാണ്ഡവരുമായിട്ടാണ് ചങ്ങാത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടാണ് 3-ാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾക്ക് പേരുകൊണ്ടും പൊരുൾ കൊണ്ടും ആരു തന്നെയാണ്, അങ്ങേക്കാരാണ് നമ്മൾ. അതായത് പേരുകൊണ്ടും
പൊരുൾ കൊണ്ടും. പേരുകൊണ്ട് അങ്ങ് യാദവരാണ്, നമ്മൾ പാണ്ഡവരാണ്. പക്ഷേ ഈ രണ്ടു കൂട്ടരും പരസ്പര ബന്ധത്തിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെയാണ്. അങ്ങ് യാദവരെന്നൊന്നും നമ്മൾ കാണുന്നില്ല, പാണ്ഡവരെ എല്ലാവരും കൂടിയാണെന്നാണ് നമ്മൾ കാണുന്നത്. ഇനി 39. അങ്ങയുടെ തിരിച്ചേവടികളാൽ ഇപ്പോൾ ഈ ഭൂമി എങ്ങനെ ശോഭിക്കുന്നുവോ അപ്രകാരം അങ്ങ് ഇവിടെ വിട്ടുപോകുമ്പോൾ ശോഭിക്കില്ല. അങ്ങേര് ഇവിടെ ഇരുന്ന കാലത്തോളം ശോഭിക്കുന്ന പോലെ അങ്ങ് വിട്ടുപോയാൽ ശോഭിക്കണില്ല. എല്ലാവരും വർണ്ണനയായിട്ട് വേണ്ടാണ്. എൻ്റെ 46. അങ്ങയുടെ കടാക്ഷത്താലാണ് ഈ ഭൂമിയിലെല്ലാം എന്തുണ്ടാകുന്നത്, സമൃദ്ധി ഉണ്ടാകുന്നത്, ചെടികളെല്ലാം പുഷ്പിക്കുന്നു, മറ്റേ ഉണ്ടാകുന്നു. അതുപോലെ ഇനി പിന്നെ അങ്ങനെ പോയാൽ കാണില്ല. ഇനി 49. ലോകത്തിൻ്റെ അന്തരാമിയും ലോകത്തിൻ്റെ സ്വരൂപവുമായ അങ്ങ്. അപ്പോൾ എന്നും ആ കൃഷ്ണനെ തന്നെ വർണ്ണിക്കുകയാണ്. ലോകത്തിൻ്റെ അന്തരാമി, ലോകത്തിൻ്റെ എല്ലാം അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത് ആ ബ്രഹ്മമാണ്. അത് തന്നെയാണ് അങ്ങ്. ലോകത്തിൻ്റെ സ്വരൂപമായ അങ്ങ് ലോകത്തിൻ്റെ സ്വരൂപമാണ്. എന്ത് ചെയ്യണം? എൻ്റെ സ്വന്തം ആളുകളായ പാണ്ഡവരിലും യദുവംശരിലും എനിക്കുള്ള ഈ മുറുകിയ സ്നേഹത്തെ മുറിച്ച് കളയരുതേ. അപ്പം എനിക്ക് പാണ്ഡവരോടും യദുവംശത്തോടും എന്തുണ്ട്? വലിയൊരു സ്നേഹബന്ധമുണ്ട്. അതൊന്നും മുറിച്ച് കളയരുതേ എന്ന് ആര് പറയുന്നു? കുന്തി പറയുന്നു. ആ വംശബന്ധം എപ്പോഴും നിലനിൽക്കണം. എന്നിട്ട് എന്താ പറയുന്നു? കൃഷ്ണ, എൻ്റെ ബുദ്ധി മറ്റൊരു വിഷയത്തിലും തങ്ങി നിൽക്കാതെ നിൻ തിരുവടിയിൽ ഗംഗ സമുദ്രത്തിൽ ചെന്നു ചേരുന്നത് പോലെ എന്നും എത്തിച്ചേരണേ. ഗംഗാനദി സമുദ്രത്തിൽ പോകുന്ന വഴി എൻ്റെ ബുദ്ധി എപ്പോഴും അങ്ങയിലേക്ക് തന്നെ വരണേ എന്ന് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് ആര് പറയുന്നു? കുന്തി പറയുന്നു. എന്നിട്ട് പിന്നെ വേറൊരു തരത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. അർജുനന്റെ സഖാവെ 43. കൃഷ്ണവംശശ്രേഷ്ഠ, വിഷ്ണുവംശശ്രേഷ്ഠ, ഭൂമിയെ ദഹിപ്പിക്കുന്ന രാജാക്കന്മാർക്ക്, ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാർക്ക് അഗ്നിയായുള്ളവനെ, ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും എല്ലാം ദുഃഖം അകറ്റുന്നവനെ, അവതാരം എടുത്ത കരുണാമൂർത്തെ, യോഗേശ്വര, സർവാചാര്യ, എല്ലാ ആചാര്യന്മാരിലും വെച്ച് ശ്രേഷ്ഠ ഭഗവാനെ, നിൻ തിരുവടിക്ക് നമസ്കാരം. ഇത്രയും പറഞ്ഞിട്ട് 44-45 സൂതൻ പറയാണ്, കുന്തിയുടെ ഈ വിശേഷങ്ങൾ കേട്ട കൃഷ്ണ ഭഗവാൻ മായാൽ മോഹിപ്പിക്കുന്ന പോലെ ഒന്ന് മെല്ലെ ചിരിച്ചു. മായാൽ മോഹിപ്പിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചു. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ കുന്തിയോടെന്തെല്ലാം നമസ്കാരം പറഞ്ഞു. പിന്നെ അസ്ഥിരപുരത്ത് നിന്ന് ശ്രീജനങ്ങളോട് യാത്ര പറഞ്ഞ ശേഷം തൻ്റെ നഗരത്തിലേക്ക് യാത്ര പുറപ്പെടുവാൻ പുറപ്പെട്ടപ്പോൾ സ്നേഹം മൂലം രാജാവായ യുധിഷ്ഠിരനാൽ തടയപ്പെട്ടു. അപ്പോൾ എന്നിട്ട് എല്ലാവരും യാത്രയിലാക്കി വണ്ടി കയറാൻ പോകുമ്പോഴാണ് ആര്? യുധിഷ്ഠിരൻ വന്നിട്ട് സ്നേഹം കൊണ്ടുവന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഇനി യുധിഷ്ഠിരൻ പറയാൻ പോകുകയാണ്. 46 യുധിഷ്ഠിരൻ പറയുകയാണ്, ഈശ്വര സങ്കല്പം ഇന്നതാണെന്ന് ധരിക്കാത്ത, ഇത് സൂതൻ പറയുന്നതാണ്, ഈശ്വര സങ്കല്പം ഇന്നതാണെന്ന് ധരിക്കാത്ത ധർമ്മപുത്രർക്ക് ഈശ്വര സങ്കല്പത്തെ പറ്റിയൊന്നും വലിയ വിവരമൊന്നുമില്ല. വ്യാസനാലും കൃഷ്ണനാലും ചരിത്ര കഥകളെ ഉദ്ധരിച്ച് ഉപദേശിക്കപ്പെട്ടവനാണെങ്കിലും വ്യാസനും കൃഷ്ണനുമെല്ലാം പലതരത്തിലെ ചരിത്ര കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ആർക്ക്? യുധിഷ്ഠിരന്. എന്നിട്ട് എങ്കിലും ദുഃഖിതനായിട്ട് ദുഃഖത്തിൽ മൂടിയ യുധിഷ്ഠിരൻ ബോധവാനായില്ല. അപ്പം കൃഷ്ണനും വാസുദേവനും എല്ലാം അവനെ ബോധിപ്പിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം. എന്താണ് സംഭവം എന്നെല്ലാം വിവരിച്ചു കൊടുത്തിട്ട് അതൊന്നും
അങ്ങ് തലയിൽ ബോധം വന്നില്ല ആർക്ക്? യുധിഷ്ഠിരന്. എന്നിട്ട് ആദ്യം വന്നിട്ട് പറയുകയാണ്, എന്ത് പഴയ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. 47 എന്നിട്ട് 47 പറയുകയാണ്, യുധിഷ്ഠിരൻ വിവേകശൂന്യമായ ഹൃദയത്താൽ സ്വബന്ധുക്കളുടെ വധത്തെപ്പറ്റി വിചാരിച്ചുകൊണ്ട് സ്നേഹമോഹത്തിൽ അകപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പോകാൻ പോകുന്ന കൃഷ്ണനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? വിവേകശൂന്യമായ ഹൃദയത്താൽ സ്വബന്ധുക്കളെ വധിച്ചതിനെപ്പറ്റി ചിന്തിച്ചിട്ട്, ഞാൻ കുറേ ബന്ധുക്കളെയെല്ലാം വധിച്ചു കഴിഞ്ഞു, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വിഷമം തോന്നുന്നത്? സ്നേഹം കൊണ്ട്, മോഹം കൊണ്ട്. മോഹം കൊണ്ടോ സ്നേഹം കൊണ്ട്, അവരോടുള്ള മോഹവും സ്നേഹം എല്ലാം കൊണ്ടിട്ട് അവരെ കൊന്നതിലുള്ള വിഷമം കൊണ്ട് കൃഷ്ണനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് 48 ഹാ കഷ്ടം, ദുർബുദ്ധിയായ എൻ്റെ ഹൃദയത്തിൽ വേറുറച്ചു പോയ അറിവില്ലായ്മ. എൻ്റെ മനസ്സിൽ അവിവേകം കൊണ്ട് വേറുറച്ചു പോയ അറിവില്ലായ്മ വല്ല ജീവികൾക്കും ജന്തുക്കൾക്കും തിന്നാൻ മാത്രം ഉപകരിക്കുന്ന ഈ ദേഹത്തിന് വേണ്ടി, എൻ്റെ ശരീരം തന്നെ വല്ല ജീവികൾക്കും തിന്നാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അനേകം അക്ഷഹിണി സേനകളെയെല്ലാം കൊന്നൊടുക്കിയത്. കാരണം ഈ ഒരു ശരീരത്തിന് വേണ്ടി. ഇത് 49 എന്ന് പറയുന്നു, കുട്ടികൾ, ബ്രാഹ്മണർ, ബന്ധുക്കൾ, സ്നേഹിതന്മാർ, പിതൃക്കൾ, സഹോദരങ്ങൾ, ഗുരുക്കന്മാർ എന്നിവരെ ദ്രോഹിച്ച എനിക്ക് ഇവരെല്ലാം എന്തെല്ലാം ദ്രോഹമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 10,000 വർഷം പോലും നരകത്ത് കിടന്ന ഈ ഫലമൊന്നും പാപമൊന്നും കിട്ടി തീരില്ല. അതൊരു സത്യം തന്നെയാണ്. ഇന്ന് ലോകമഹായുദ്ധം നടക്കുന്ന പോകുന്ന ഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഉക്രൈനിൽ എത്ര 2 ഭാഗത്തും, അതിൽ ഏറ്റവും കൂടുതൽ ഉക്രൈനെയാണ് നമ്മൾ അറിയുന്നത്. എത്രയോ ലക്ഷം പുരുഷന്മാർ മരിച്ചിട്ട് സ്ത്രീകളെല്ലാം വിധവയായിരിക്കുകയാണ്. ഇനി 18 വയസ്സിലുള്ളവരെയും കൂടി യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ആ അവസ്ഥ എന്ന് ചിന്തിച്ച ഭയാനകം തന്നെയാണ്. ആ യുദ്ധത്തെ പറ്റിയാണ് അർജുനൻ ധർമ്മപുത്രൻ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള അവസ്ഥ പറയാൻ പോവുകയാണ്. 3-ാം ലോക മഹായുദ്ധം, മഹാഭാരത യുദ്ധം കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറയാൻ പോകുന്നത്. സ്ത്രീകളെല്ലാം വിധവകളായിട്ട് ആണുങ്ങളെല്ലാം തീരുകയാണ്. കുറച്ച് പേര് ബാക്കി. വയസ്സന്മാരുണ്ട്, യുദ്ധത്തിൽ പോകാൻ പറ്റാതെ കട്ടുമ്പോൾ കിടന്നുപോയ വയസ്സന്മാരും ഉണ്ടാവും, പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടാവും. അതൊരു വല്ലാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ആ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ 3-ാം ലോക മഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ നടക്കാൻ പോകുന്ന സംഭവം. എന്നിട്ട് എന്ത് പറയുന്നു? 50 പ്രജകളെ ഭരിക്കുന്ന രാജാവിൻ്റെ മുറ പോലെ യുദ്ധത്തിൽ വെച്ച് മറ്റ് ശത്രുക്കളെ കൊല്ലുന്നതിൽ പാപമില്ല എന്ന് ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ മനസമാധാനത്തിന് ഇത് ഉതകുന്നില്ല. ഗ്രന്ഥത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ശത്രുവിനെ വധിക്കണം, അതിന് പാപമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യൻ പട്ടാളം മറ്റുള്ളവരെ വധിച്ചാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതൊന്നും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിന് ഈ ഒരു അവസ്ഥ, ഈ യുദ്ധം എന്നല്ല, മഹാഭാരത യുദ്ധമാണ്, 3-ാം ലോക മഹായുദ്ധമാണ്. മഹാഭാരത യുദ്ധം പോലെ തന്നെയാണ് 3-ാം ലോക മഹായുദ്ധം നമ്മളിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ അതിൻ്റെ മുമ്പിലാണ്, പടിവാദിക്കലാണ് നിൽക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ്, ഈ വിവരിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ അവസ്ഥ. അപ്പം അതൊന്നും മനസ്സിന് സമാധാനം. ശത്രുവിനെ കൊല്ലുന്നതല്ലത് ധർമ്മം തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമെല്ലാം ശരി തന്നെ. പക്ഷേ എത്രയാളെയാണ് കൊല്ലുന്നത്? എന്നിട്ട് എനിക്കതുകൊണ്ടൊന്നും അങ്ങനെയുള്ള മറ്റേ ശത്രുവിനെ കൊല്ലാമെന്നെല്ലാം വെച്ചിട്ടുള്ള ചിന്തിച്ചിട്ടൊന്നും ഇതിലൊരു ഒത്തും പിടിയും എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. എന്നിട്ട് 51 പറയുന്നു, എന്നാൽ ഇതിലൂടെ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്ന ഉപദ്രവം യജ്ഞാദി കർമ്മങ്ങളാൽ നീക്കം ചെയ്യുവാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? സ്ത്രീകൾ മുഴുവൻ വിധവകളായി, ആണുങ്ങളൊന്നും ഇല്ല നാട്ടിൽ. കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ വയസ്സന്മാരുണ്ട്. ഇവരെ എന്ത് യജ്ഞത്തിലൂടെയാണ് ഞാൻ രക്ഷിക്കാൻ പോകുന്നതെന്നാണ് ധർമ്മപുത്രൻ ചോദിക്കുന്നത്. ഇവരെല്ലാം ഞാനിനി എങ്ങനെയാണ് രക്ഷിക്കുന്നത്? അവർക്ക് ഏത് യജ്ഞത്തിലൂടെയാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. 3-ാം ലോക മഹായുദ്ധം നടക്കുകയാണെങ്കിൽ ഇത്
ഇപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ രണ്ട് സൈഡിലും രാഷ്ട്രങ്ങൾ നിരന്നിരിക്കുകയാണ്. എപ്പോഴും ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്ന ചിന്തിച്ചാൽ മതി. അങ്ങനെ നടക്കുകയാണെങ്കിൽ എത്ര ആണുങ്ങളാണ് യുദ്ധ ഫീൽഡിൽ പോയി മരിക്കാൻ പോകുന്നത്? അങ്ങനെ വരുമ്പോൾ വിധവകളായി സ്ത്രീകളെല്ലാം അവരെല്ലാം പ്രശ്നം. പുതിയൊരു ഭരണം വന്നു കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരമായ വസുദൈവ കുടുംബല്ലേ ഉണ്ടാകുന്നത്. നല്ലൊരു ലോകക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്? അതുകൊണ്ട് യജ്ഞാദികളെ നീക്കം ചെയ്യുവാനാകില്ല. എന്നിട്ട് 52 എന്ന് പറയുന്നു, കുറെ ചളി കൊണ്ട് വേറെ ചളീനെ ഒന്നും കുറെ ചളി എടുത്തിട്ട് വേറെ ചളീനെ വൃത്തിയാക്കാൻ പറ്റില്ല. അതുപോലെ കുറെ മദ്യം കൊണ്ട് മദ്യം കഴിച്ചിട്ടുള്ള വൈഷമ്യം ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പൊ സാധാരണ കുറച്ച് മദ്യം കഴിക്കുന്നത് എന്തിനാന്നല്ല, നമുക്കത്ര വിഷമം കൊണ്ട് കഴിച്ചതാണ്. ഇന്ന് ഭയങ്കര ദുഃഖമായിരുന്നു, വിഷമായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയാണ് മദ്യം കഴിക്കുന്നത്. കുറച്ച് കഴിച്ചു, ശരി, ആ വിഷമം തീർന്നു. മദ്യം അടിച്ചപ്പോൾ ബോധം പോയി, പിന്നെ വിഷമമില്ല. ഇനി ബോധം പോയ ദോഷം തീർക്കാൻ അതിൽ കൂടുതൽ മദ്യം കഴിച്ചാൽ മതിയോ എന്നുള്ളതാണ്. ബോധം പോയ ഒരു ദോഷം ഉണ്ടല്ലോ, ഇനി അതിനെ തീർക്കാൻ തോന്നുന്നു അതിനെ കട്ടിയും മദ്യം കഴിച്ചുകൊണ്ട് ശരിയാകും. അതേപോലെ അപ്രകാരം കേവലമായ ഒരു പ്രാണിപത ദോഷത്തെ, ഒരു ചെറിയ പ്രാണിപത ദോഷത്തെ എല്ലാ പ്രാണികളെയും ഒന്നുകൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദുര്യോധനാദികൾ കുറേ ദോഷമെല്ലാം ചെയ്തിട്ടുണ്ട്, കണ്ടനാശമെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവരെ തീ കൊടുത്ത് കൊള്ളാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. കാര്യമെല്ലാം ശരി തന്നെ. പക്ഷെ അതിന് ഇത്രയും ആൾക്കാരെ കൊന്നിട്ടാണോ ഇവരെ, അതായത് എലീനച്ചൂടെ ഇല്ലം ചൂടുന്ന വരിയുള്ള പരിപാടി, അതാണ് ധർമ്മപുത്രൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറെ ദ്രോഹങ്ങൾ ചെയ്തവരെയെല്ലാം ഇല്ലായ്മ ചെയ്യുക, അതിനെക്കാട്ടിയും വലിയ ലോകം മുഴുവൻ ചുട്ടരിച്ചിരിക്കുകയല്ലേ. അതിൻ്റെ ആവശ്യമുണ്ടോന്നാണ് ധർമ്മപുത്രന് കൃഷ്ണനോട് ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് കൃഷ്ണനോട് ചോദിക്കില്ല, നിലവിളിക്കുക, ഞാനിനി എങ്ങനെയായി ഭരിക്കേണ്ടത്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എല്ലാം ഇല്ലാതെയായി, ഇനി ഇതിനെങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്? അത് കാലം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തേ ഉള്ളൂ, ഭൂമിയുടെ ഭാരം കുറയ്ക്കുക. ഭൂമിയുടെ ഭാരം, ദുഷ്ടന്മാരെ കൊന്നിട്ട് ഭൂമിയുടെ ഭാരം കുറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടിലും കൂടെ ദുഷ്ടന്മാരേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യാൻ പറ്റും? കാലത്തിന് എല്ലാത്തിനും നിരത്തി കൊല്ലുക തന്നെ. എന്നിട്ട് അവസാനം കുറച്ച് പേരെ സുന്ദരമായ ലോകം, എല്ലാ ജ്ഞാനവും ഉണ്ട്, അവർ നല്ല സുന്ദരമായ അധർമ്മമൊന്നുമില്ലാതെ ഒരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കും. കാലത്തിന് അത്രയും ചിന്തയുള്ളൂ. കാലത്തിന് എന്തില്ല, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്, കാലത്തിന് ഇതിൻ്റെ നല്ലയും മോശവും നോക്കുന്ന പരിപാടി ഒന്നുമില്ല, അതിനൊരു പരിഹാരവും ഇല്ല. കാലം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമാതിരി കാലം പോകും. കാലത്തിന് ചെവിയും മറ്റേ ഇതൊന്നും ഇല്ല. അതൊരു പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല സുന്ദരമായ ലോകാവസാനം എല്ലാം തികഞ്ഞ ഒരു വലിയ നല്ലൊരു ലോകം ഉണ്ടാക്കും. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ എത്ര പേരുണ്ട് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഉള്ളവരെ. ഇതിനെല്ലാം കൊന്നിട്ടാണ്, കാരണം മുഴുവൻ അധർമ്മികളായിപ്പോയി. കാരണം കലിയുകയല്ലേ, എല്ലാം എന്തായിപ്പോയി, അധർമ്മികൾ ആയിപ്പോയി.